അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇതിനെ ശക്തമായിട്ട് ഈ വംശീയമായ വിരോധത്തെ, ഈ വംശീയമായ ബോധത്തെ, ഈ വംശീയമായ മേന്മ വിചാരത്തെ അതിശക്തമായി വിശുദ്ധ ഖുർആൻ എതിർക്കുന്നതും കഠിനമായ ശിക്ഷ നൽകുന്നതും വാഗ്ദാനം ചെയ്യുന്നതും അതുകൊണ്ടാണ്. പിശാച് അതല്ലേ പറഞ്ഞത്? പിശാച് പറഞ്ഞ എന്താ? അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ മെച്ചപ്പെട്ടവനാണ്. വിശുദ്ധ ഖുർആന്റെ 38-ാം അധ്യായം സൂറത്തു സ്വാദിലെ 76-ാമത്തെ സൂക്തത്തിൽ നമുക്കത് കാണാം. ഇബ്ലീസിന്റെ ആ വർത്തമാനം, ആ പറച്ചിൽ, ആ ധാർഷ്ട്യം. അന ഖൈറും മിൻഹു, ഞാൻ ഈ ആദമിനേക്കാൾ മെച്ചപ്പെട്ടവനാണ്, വംശീയമായി മെച്ചപ്പെട്ടവനാണ്, വർഗപരമായി ഞാൻ മെച്ചപ്പെട്ടവനാണ്. ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ, എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് നാറിൽ നിന്നാണ്, തീയിൽ നിന്നാണ്. എന്നോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നവൻ, അള്ളാഹുവാണ് ആവശ്യപ്പെടുന്നത്. ആരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്? അവൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവനാണ് എന്ന് ഇബ്ലീസ് പറയുന്ന ആ വംശീയമായ മനോഭാവത്തിന്റെ തുടർച്ചയാണ് ഇതെന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.